ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ നോക്കുന്നത്. ആദ്യം നമുക്ക് കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലേക്ക് ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നൊരു സർക്കിൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട് വിപ്പിംഗ് ക്രീമും ഒരു ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പൈപ്പ് മേലേക്ക് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് കേക്കിൻ്റെ ആ ഒരു സൈഡിലേക്കൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കവർ ചെയ്ത് വരുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഗനാഷിന് നല്ലൊരു ഗ്ലേസ് നമ്മൾ ടോപ്പ് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുന്നില്ല. ഒരു സർക്കിൾ മാർക്ക് ചെയ്ത ആ ഒരു പോർഷനൊന്ന് മാറ്റിയതിന് ശേഷമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ടോപ്പിലേക്ക് ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. നമുക്കൊരു റോസ് ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ പെറ്റൽ നോസിൽ ഇതുപോലെ ചെറിയ ഗ്യാപ്പുള്ളൊരു നോസിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വൈറ്റ് ക്രീം യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്പ്രെയർ യൂസ് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ ഇതിലേക്ക് കൊടുക്കുന്നത്. പൗഡേർഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഓരോ പെറ്റൽസ് ആദ്യം ബേസ് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് പെറ്റൽസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ചൊന്ന് സൈസുള്ളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കളർ കൊടുക്കാം. ഞാൻ ഇവിടെ പിങ്കാണ് എടുത്തിട്ടുള്ളത്, കളർ മിസ്റ്റിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ഫുള്ളും ഒന്ന് ആ ഒരു ഫ്ലവർ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തതിന് ശേഷം കുറച്ചൊന്ന് ഗ്യാപ്പ് കാര്യങ്ങളുള്ള ഒന്നുകൂടി ഒന്ന് കളർ ചെയ്തൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫ് ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം വലിയ സൈസുള്ള ലീഫാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലേക്ക് ലീഫ് ഗ്രീനും കുറച്ച് ഗാർഡൻ ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാഗിൻ്റെ ടിപ്പ്. നമുക്ക് നോസിലില്ലാതെയും നന്നായിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ലീഫ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറിന് ചുറ്റും ഒന്ന് ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് നമുക്ക് ചെറിയ ഒരു ലീഫായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പൈപ്പ് മേൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു വി ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു ബോർഡ് ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. സെയിം ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു വി ഷേപ്പിലൊന്ന് ലീഫിന് വേണ്ടി കട്ട് ചെയ്തെടുത്താൽ സെയിം ബാഗ് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് ഈ ഒരു ഡിസൈനിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി കൊടുത്തു കേട്ടോ. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ കൂട്ടുകാർക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്